വിവാഹങ്ങൾക്ക് ഇനിയും വ്യത്യസ്ത തരം രീതികൾ വരാനിരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ഇന്ന് ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് ട്രെൻഡായി മാറിയിരിക്കുകയാണല്ലോ. കടൽ തീരങ്ങളിലും മറ്റും അനേകം വ്യത്യസ്തത എടുത്തു കാണിക്കുന്ന ഓരോ ഇടങ്ങൾ തിരഞ്ഞെടുത്ത് വ്യത്യസ്തതയിൽ വ്യത്യസ്ത രീതിയിൽ ഇണകൾ ഒന്നിക്കുന്ന രീതികളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിന് വേദിയായി ഗോശാല, ഒപ്പം കാളവണ്ടിയിൽ ഘോഷയാത്ര, സദ്യയ്ക്ക് മുൻപ് പശുക്കൾക്ക് പച്ചപ്പുല്ല്. ഡെസ്റ്റിനേഷൻ വിവാഹങ്ങളാണല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. ആഡംബര ഹോട്ടലുകളും ബീച്ചുകളും റിസോർട്ടുകളും ഒക്കെ ഇത്തരം വിവാഹങ്ങൾക്ക് വേദിയാകാറുണ്ട്. തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായത്തിന് തുടക്കം കുറിക്കുന്നതിന് വ്യത്യസ്തമായ ഒരു ഇടം ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണിപ്പോൾ. അതിൽ തന്നെ വ്യത്യസ്ത തരത്തിൽ വൈവിധ്യം കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരും നിരവധിയാണ്. ഇപ്പോഴിതാ മധ്യപ്രദേശിലെ ഒരു ഗോശാല ഡെസ്റ്റിനേഷൻ വിവാഹത്തിന് അവസരമൊരുക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തെത്തുന്നത്. ഗ്വാളിയോറിലെ ആദർശ് ഗോശാലയാണ് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിന് സൗകര്യമൊരുക്കിയിട്ടുള്ളത്. ഇവിടുത്തെ ആദ്യത്തെ വിവാഹം ജനുവരി 22 നടക്കും. ഇതിനകം 10 വിവാഹങ്ങൾക്കുള്ള ബുക്കിംഗും അവിടേക്ക് ലഭിച്ചിട്ടുണ്ട്. പരമാവധി 500 പേർക്കോളം പങ്കെടുക്കാനാകുന്ന വെഡ്ഡിംഗ്. വൈദ്യുതി ഉൾപ്പെടെയുള്ള മറ്റ് ചിലവുകൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പകൽ നേരത്തായിരിക്കും ഗോശാലയിൽ വിവാഹം നടത്തുക. വിവാഹത്തിന്റെ പൂജാവിധികൾ നിർവഹിക്കുന്നതിനുള്ള പുരോഹിതരെ ഗോശാല അധികൃതർ തന്നെ നിയോഗിക്കും. വിവാഹശേഷം വധുവിനെ ആഡംബര കാറിന് പകരം കാളവണ്ടിയിലായിരിക്കും യാത്രയാക്കുക. ഇതിനുള്ള കാളവണ്ടിയും ഗോശാല അധികൃതർ തയ്യാറാക്കിയിട്ടുണ്ട്. വധുവരന്മാർക്ക് വരണമാല്യം ചാർത്തുന്നതിനുള്ള പ്രത്യേക ഇടവും ഒരുങ്ങിക്കഴിഞ്ഞു. അതിഥികൾക്കുള്ള ഇരിപ്പിടം പുല്ലുകൊണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ലഹരി പദാർത്ഥങ്ങളും ഫാസ്റ്റ് ഫുഡും അനുവദനീയമല്ല. പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമായാണ് വിവാഹം നടക്കുക. അതിഥികൾക്ക് താമസിക്കാനായി ഏകദേശം 35-40 കുടിലുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഇതിലൊരു കുടിലിൽ 10 പേർക്ക് താമസിക്കാം. വിവാഹങ്ങൾക്ക് ഇനിയും അനേകം വൈവിധ്യം നിറഞ്ഞതും പ്രകൃതിയോടെ ഇണങ്ങുന്നതുമായ ലളിതമായ വിവാഹ രീതികൾ മുന്നോട്ട് വരട്ടെ, അല്ലേ?